ബ്രേക്കപ്പ് ആയപ്പോൾ ഭംഗിയുള്ളൊരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചൊരു പയ്യൻ, അവനെ കൊണ്ടുപോയിട്ട് കൗൺസിൽ ചെയ്ത് നോക്കിയപ്പോൾ അവൻ ആ പാറ്റേൺ ഉണ്ട്, മുമ്പുണ്ട്. എന്ത് ഭംഗിയുള്ള സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു പാറ്റേൺ അവനുണ്ട്. അവൻ അതിനു മുമ്പ് കോഴിക്കുട്ടിയെ അമ്മിക്കല്ലുകൊണ്ട് ഇടിച്ച് കൊന്നിട്ടുണ്ട്. അതിനു മുമ്പ് പൂച്ചയെ വാലിൽ ചുരുട്ടിയിട്ട് ചുമരുമടിച്ച് കൊന്നിട്ടുണ്ട്. അതിനു മുമ്പ് സ്കൂളിലെ ബാത്റൂം കരിക്കട്ട കൊണ്ട് വരച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്ക്, ഈ ബാത്റൂം കരിക്കട്ട കൊണ്ട് വരയ്ക്കുന്നത് ഇതും തമ്മിൽ എന്താ ബന്ധമുണ്ട്? ഒരു പാറ്റേൺ അവിടുന്ന് രൂപപ്പെടുന്നത്. അതായത് വൃത്തിയുള്ളൊരു സ്ഥലം നശിപ്പിക്കാനുള്ള ഒരു ത്വര, കഴിവ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ അതുണ്ടാവുന്നത് അങ്ങനെ ബാത്റൂമിൽ കരിക്കട്ട കൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു നിസ്സാരമായ പരിപാടിയാണ്. അല്ല, അപ്പോൾ എന്തുണ്ടാവും? ഭംഗിയുള്ളൊരു കോഴിക്കുട്ടിയെ കൊല്ലാനുള്ള ഒരു മടി മാറും. കുറച്ച് കഴിയുമ്പോൾ അവ കൊല്ലും. അപ്പോൾ കുറച്ചുകൂടി ധൈര്യം വന്നു, ആ പാറ്റേൺ രൂപപ്പെട്ടു. അടുത്തത് പൂച്ചയെ അടിച്ച്. ഇത്രയും രൂപപ്പെട്ട ആൾക്ക് പിന്നെ പ്രേമം പൊളിഞ്ഞപ്പോൾ പിന്നെ അവന് തോന്നുക അവളിഞ്ഞ് അങ്ങനെ നടക്കേണ്ട, ആസിഡ് ഒഴിച്ച് പൊള്ളിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകതയുണ്ട്. അച്ചടക്കത്തോടെ ജീവിക്കാൻ പഠിക്കുക. ടാലൻറ്റിനേക്കാൾ വലുതാണ് അച്ചടക്കം. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം. അച്ചടക്കത്തോടെ ഉണ്ടാവണം. ബുക്കൊക്കെ നേരെ വെക്കണം, കൃത്യമായിട്ട് കാര്യം ചെയ്യുക. മുടിയൊക്കെ പിന്നെ നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും മുടി വെക്കാം.